2026-ൽ ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷസ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കുകയാണ്. ഇതൊരു സാധാരണ അധികാര കൈമാറ്റം മാത്രമല്ല. ലോകത്തിന്റെ പവർ ബാലൻസ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഗ്ലോബൽ സൗത്ത് എന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യങ്ങളുടെ ശബ്ദം കൂടുതൽ കേട്ടുതുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഗ്രേറ്റ് റീബാലൻസിംഗിന്റെ കാലത്ത് ഇന്ത്യയുടെ പ്ലാൻ എന്തായിരിക്കും? നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ആ പുതിയ മുഖം. 2026-ൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ബ്രിക്സിന്റെ ഔദ്യോഗിക ലോഗോ. ഇതൊരു വെറും ചിത്രമല്ല കേട്ടോ, മറിച്ച് ഇന്ത്യയുടെ വലിയ ലക്ഷ്യങ്ങളുടെ ഒരു പ്രഖ്യാപനം തന്നെയാണ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ ഇന്ത്യയുടെ ഈ പുതിയ സമീപനത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആ വലിയ മാറ്റം? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ബ്രിക്സിനെ സംബന്ധിച്ച് മറ്റൊരു സാധാരണ വർഷമല്ല. ഈ കൂട്ടായ്മ ഒരു നിർണായക ഘട്ടത്തിലാണ്, ഒരു ടേണിംഗ് പോയിന്റിൽ. അതെ, 2026 ആവുമ്പോൾ ബ്രിക്സ് തുടങ്ങിയിട്ട് 20 വർഷം തികയും, 2 പതിറ്റാണ്ട്. ഈ കാലയളവിൽ വളർന്നുവരുന്ന രാജ്യങ്ങൾക്കു വേണ്ടി സംസാരിക്കുന്ന, അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേദിയായി ബ്രിക്സ് മാറിക്കഴിഞ്ഞു. ഈ 20ാം വാർഷികം ആഘോഷിക്കുമ്പോഴും ലോകമെന്ന് നേരിടുന്നത് വളരെ വലിയ വെല്ലുവിളികളാണ്. അതുകൊണ്ടുതന്നെ ബ്രിക്സിന്റെ പ്രസക്തി എന്നത്തേക്കാളും കൂടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വെല്ലുവിളികൾ? മന്ത്രി ജയശങ്കർ പറയുന്നതുപോലെ, ഒന്ന്, ലോകമെമ്പാകുമുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ. പിന്നെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ, അത് വളരെ സങ്കീർണമാണ്. പോരാത്തതിന് കാലാവസ്ഥാ വ്യതിയാനം, ടെക്നോളജിയിലെ ഭ്രാന്തൻ മാറ്റങ്ങൾ, പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള വികസനത്തിലെ വലിയ അന്തരവും. ഇതിനെല്ലാം ഒരുമിച്ച് നേരിടേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ബ്രിക്സിന്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ജയശങ്കർ തന്നെ പറയുന്നത് കേൾക്കൂ. ബ്രിക്സ് എന്നത് വെറുതെ സംസാരിച്ചിരിക്കാനുള്ളൊരു വേദിയല്ല, മറിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പ്രായോഗികമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ഒരു കൂട്ടായ്മയാണ്. ഓക്കെ, അപ്പം പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇന്ത്യയുടെ സൊല്യൂഷൻ എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാർഗനിർദ്ദേശത്തിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നൊരു ആശയമുണ്ട്: മനുഷ്യത്വത്തിന് മുൻഗണന, അഥവാ ഒരു ഹ്യൂമാനിറ്റി ഫസ്റ്റ് അപ്രോച്ച്. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ, ബ്രിക്സ് രാജ്യങ്ങളുടെ കഴിവുകളും വിഭവങ്ങളും ലോകത്തിന്റെ പൊതുവായ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, കോവിഡ് സമയത്ത് വാക്സിൻ എല്ലാവർക്കും ലഭ്യമാക്കാൻ ശ്രമിച്ചതുപോലെ. ഈ ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് 2026-ലെ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രമേയം വരുന്നത്. 4 കാര്യങ്ങളാണ് ഇന്ത്യ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. 1, റെസിലിയൻസ്, അതായത് സാമ്പത്തികവും പാരിസ്ഥിതികവുമായ പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവ്. 2, ഇന്നൊവേഷൻ, അഥവാ പുതിയ ആശയങ്ങൾ. 3, കോഓപ്പറേഷൻ, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുക. പിന്നെ 4ാമത്തേത് സസ്റ്റൈനബിലിറ്റി, നമ്മുടെ ഭാവിക്കു വേണ്ടിയുള്ള സുസ്ഥിരത. അപ്പോൾ ഈ 4 കാര്യങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യമെന്താണ്? വളരെ ലളിതമാണ്. നമ്മളെല്ലാവരും നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളെ ആരെയും മാറ്റി നിർത്താതെ ഒരുമിച്ച് നിന്ന് നേരിടുക. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ലോഗോ ഓർമ്മയില്ലേ? നമുക്ക് അതിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാം. കാരണം കാണാനുള്ള ഭംഗി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ആ ലോഗോ നമ്മളോട് പറയുന്നുണ്ട്. ദാ ഒന്നുകൂടി നോക്കൂ. ഈ ലോഗോയിൽ ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്നത്തെ ലോകത്തിന്റെ ആധുനികതയും ഒരുമിച്ച് വരുന്നത് നമുക്ക് കാണാം. ഓരോ ഡിസൈനിനും അതിൻ്റേതായ അർത്ഥമുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ നടുവിലുള്ള താമരയാണ്. ഇന്ത്യയുടെ സംസ്കാരത്തിൽ താമര വളർച്ചയുടെയും സഹകരണത്തിന്റെയും ഒരു ചിഹ്നമാണ്. ഇനി ആ താമരയുടെ ഇതളുകളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ബ്രിക്സിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും പതാകകളിലെ നിറങ്ങൾ അതിലുണ്ട്. ഇത് വെറുമൊരു ഡിസൈനല്ല. പല രാജ്യങ്ങൾ, പല സംസ്കാരങ്ങൾ, പക്ഷേ ലക്ഷ്യമൊന്ന്. അതാണ് നാനാത്വത്തിലേകത്വം. അപ്പോൾ ഈ ലോഗോ ഒരേ സമയം 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ബ്രിക്സിലെ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ഐഡന്റിറ്റിയുണ്ട്, അതിനെ ബഹുമാനിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ കാര്യം, ഇവരെല്ലാവരും ഒന്നിക്കുമ്പോഴാണ് യഥാർത്ഥ ശക്തി വരുന്നത്. ഇനി ഇതൊക്കെ വെറും ആശയങ്ങളായി ഒതുങ്ങാതിരിക്കാൻ ഇന്ത്യയുടെ അധ്യക്ഷ പദവിയുടെ ഭാഗമായി ഒരു പുതിയ വെബ്സൈറ്റും തുടങ്ങുന്നുണ്ട്. ഇതിലൂടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാനും എല്ലാവർക്കും വിവരങ്ങൾ അറിയാനും സാധിക്കും. അപ്പോൾ ബ്രിക്സ് അതിന്റെ 3ാമത്തെ ദശകത്തിലേക്ക് കടക്കുകയാണ്. ലോകത്തിന്റെ പവർ ഡൈനാമിക്സ് മാറിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണിത്. ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദം ലോകം കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഈ പുതിയ കാഴ്ചപ്പാടിന് ഇത്രയും സങ്കീർണമായ ഒരു ലോകത്ത് യഥാർത്ഥത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ? ശ്രദ്ധിക്കൂ, ആഗോള അധികാരത്തിന്റെ ഭൂപടം അത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും മാറ്റിയെഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ ശക്തികളായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കളിയിൽ പുതിയൊരാൾ വന്നിരിക്കുന്നു, ഒരു ശക്തനായ എതിരാളി. പേര് ബ്രിക്സ്. അപ്പോൾ ഇതൊരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണോ? നമുക്ക് പരിശോധിക്കാം. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം. അമേരിക്കയും യൂറോപ്പും അടങ്ങുന്ന ആ G7 ക്ലബിന്റെ കാലം കഴിയുകയാണോ? ഒരു പുതിയ ശക്തികേന്ദ്രം ഉയർന്നു വരുന്നുണ്ടോ?
അതെ, ഈ വിശകലനത്തിൽ നമ്മൾ കൃത്യമായി ഈ ചോദ്യത്തിനാണ് ഉത്തരം തേടുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ചരിത്രപരമായ അധികാരമാറ്റമാണ്. സാമ്പത്തിക വിദഗ്ധർ ഇതിനെ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്: മഹത്തായ പുനഃക്രമീകരണം അഥവാ ദ ഗ്രേറ്റ് റീബാലൻസിംഗ്. ഒന്നോർത്തുനോക്കൂ, നിക്ഷേപകർക്ക് വേണ്ടി ഉണ്ടാക്കിയ വെറുമൊരു വാക്കിൽ നിന്ന് ഇന്ന് ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ആഗോള ശക്തിയായി ബ്രിക്സ് മാറിയിരിക്കുന്നു. ഇതിന്റെ വളർച്ചയുടെ വേഗതയൊന്ന് നോക്കിക്കേ. ശരിക്കും അവിശ്വസനീയമാണ്. 2001 ഒരു സാമ്പത്തിക വിദഗ്ധന്റെ തലയിലുദിച്ച ഒരു ആശയം ഇന്നത് ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ഒരു മഹാസഖ്യമായി മാറിയിരിക്കുന്നു. ഇതൊരു ക്ലബ്ബ് മാത്രമല്ല, ഇതൊരു പ്രസ്ഥാനമാണ്. പക്ഷേ ഏറ്റവും ആവേശകരമായ കാര്യം ഇതല്ല. ബ്രിക്സ് വെറുതെ ഉച്ചകോടികൾ നടത്തി പ്രസ്താവന ഇറക്കുകയല്ല ചെയ്യുന്നത്. അവർ സ്വന്തമായി ഒരു സമാന്തര ലോകം തന്നെ പണിയുകയാണ്. അതെ, ലോകബാങ്കിനെയും IMFനെയും പോലുള്ള പാശ്ചാത്യ സ്ഥാപനങ്ങളെ വെല്ലുവിളിക്കാൻ അവർ സ്വന്തം സ്ഥാപനങ്ങളുണ്ടാക്കുന്നു. ഇതൊരു വൻ കളിയാണ്. അതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ NDB. ഇതിന്റെ അർത്ഥമെന്താണെന്നോ? ഇനി പണത്തിനു വേണ്ടി പാശ്ചാത്യരുടെ മുന്നിൽ നിബന്ധനകളുമായി കാത്തുനിൽക്കേണ്ട. സ്വന്തം പദ്ധതികൾക്ക് ഇപ്പോൾ സ്വന്തമായി പണമുണ്ട്. അവർ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ആ പുതിയ ലോകത്തിന്റെ അടിത്തറയാണിത്. $100 ബില്യൺ. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സംഖ്യ. അതാണ് അവരുടെ കണ്ടിൻജന്റ് റിസർവ് അറേഞ്ച്മെന്റ് എന്ന ഫണ്ടിന്റെ വലുപ്പം. അതെന്താണെന്നല്ലേ? അടിസ്ഥാനപരമായി അതവരുടെ സ്വന്തം സുരക്ഷാ വലയാണ്. ഏതെങ്കിലും അംഗരാജ്യം സാമ്പത്തികമായി തകർന്നാൽ സഹായത്തിനായി മറ്റാരുടെ അടുത്തേക്കും പോകേണ്ടതില്ല. അവർക്ക് പരസ്പരം താങ്ങും തണലുമുണ്ട്. ഈ ബാങ്കും ഈ കരുതൽ ധനവുമെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ വലിയ ലക്ഷ്യത്തിലേക്കാണ്: ഡോളറൈസേഷൻ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ലോകത്തിന്റെ രാജാവെന്നറിയപ്പെടുന്ന അമേരിക്കൻ ഡോളറിനെ ആ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുക. ഇത് വെറും പണത്തിന്റെ കളിയല്ല, ഇതൊരു വലിയ ഭൗമരാഷ്ട്രീയ നീക്കമാണ്. ഒരു നിമിഷം. ഈ ആവേശം കൊള്ളാം, സമ്മതിച്ചു. പക്ഷേ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ബ്രിക്സിനുള്ളിലെ വലിയ വിള്ളലുകൾ നമ്മൾ കാണാതെ പോവുകയാണോ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യവും എത്ര കാലം ഇങ്ങനെ കൈകോർത്ത് മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ കരുതുന്നു? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഈ ബ്രിഗ് എന്ന വാക്ക് കണ്ടുപിടിച്ച ജിം ഓനീൽ തന്നെ ഇപ്പോൾ പറയുന്നത് കേൾക്കൂ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇതൊരു പ്രതീകാത്മകമായ വാചകമടി മാത്രമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവിന്റെ തന്നെ വിശ്വാസം പോയെങ്കിൽ പിന്നെ നമ്മളെന്ത് വിശ്വസിക്കാനാണ്? ഇതാണ് ബ്രിക്സിന്റെ ഹൃദയത്തിലുള്ള വൈരുദ്ധ്യം. ഇന്ത്യയും ചൈനയും. അതെ, ഉച്ചകോടികളിൽ അവർ ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചേക്കാം. പക്ഷേ ഹിമാലയൻ അതിർത്തിയിൽ അവരുടെ സൈനികർ മുഖാമുഖം നിൽക്കുകയാണെന്ന കാര്യം മറക്കരുത്. ഇത്രയും വലിയ അവിശ്വാസത്തിനു മുകളിൽ എങ്ങനെയാണ് ഉറപ്പുള്ളൊരു സഖ്യം കെട്ടിപ്പടുക്കുന്നത്? കണ്ടില്ലേ, ഇവിടെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ബ്രിക്സ് എന്നത് അവരുടെ ആഗോള ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു ഉപകരണമാണ്. പക്ഷേ ഇന്ത്യയ്ക്കോ ഇത് ചൈനയുടെ ഒരു കെണിയാണോ എന്ന ഭയം എപ്പോഴുമുണ്ട്. ഈ മത്സരം, ഈ ആഭ്യന്തര ശത്രുത ഈ കൂട്ടായ്മയെ ഉള്ളിൽ നിന്ന് തകർക്കില്ലേ? ശരി, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, സമ്മതിച്ചു. പക്ഷേ കണക്കുകളെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ഇതിന്റെ വലിപ്പമൊന്നു നോക്കൂ. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയെ ഇന്ന് ലോകത്ത് ആർക്കും എഴുതിത്തള്ളാൻ കഴിയില്ല. ആർക്കും. ഈ ചാർട്ട് ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന ഒന്നാണ്. ചരിത്രത്തിലാദ്യമായി ബ്രിക്സ് രാജ്യങ്ങളുടെ മൊത്തം സാമ്പത്തിക ശക്തി G7നെ മറികടന്നിരിക്കുന്നു. ഇതിന്റെ അർത്ഥമെന്താണെന്നോ? പതിറ്റാണ്ടുകൾക്ക് ശേഷം ഗ്ലോബൽ സൗത്തിന് ഒടുവിൽ അധികാരത്തിന്റെ പ്രധാന മേശയിൽ ഒരിടം ലഭിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം, ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ഭൂമിയിലെ ഓരോ 2 പേരിൽ ഒരാള് ഒരു ബ്രിക്സ് രാജ്യത്താണ് ജീവിക്കുന്നത്. ഇത്രയും വലിയൊരു മനുഷ്യശക്തിയെ എങ്ങനെയാണ് ആർക്കെങ്കിലും അവഗണിക്കാനാവുക? ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ എത്തി? ഒരു വശത്ത് ഭീമമായ സാമ്പത്തിക ശക്തിയും ജനസംഖ്യയും, മറുവശത്ത് ആഴത്തിലുള്ള രാഷ്ട്രീയ ഭിന്നതകളും. അപ്പോൾ ഏതാണ് ശരി? ബ്രിക്സ് ഒരു വളർന്നുവരുന്ന ലോകശക്തിയോ അതോ തകർന്നടിയാൻ പോകുന്ന ഒരു ചീട്ടുകൊട്ടാരമോ? നമുക്ക് കണക്കുകൾ നേർക്കുനേർ ഒന്ന് നോക്കാം. കണ്ടോ, ഈ കണക്കുകൾ നോക്കൂ. ജനസംഖ്യ, ഭൂവിസ്തൃതി, സാമ്പത്തിക വളർച്ചാ നിരക്ക്, ഭാവിയുടെ സൂചകങ്ങളിലെല്ലാം ബ്രിക്സ് മുന്നിലാണ്. പക്ഷേ ഒരു നിമിഷം, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. നോമിനൽ GDP, അതായത് സമ്പദ്വ്യവസ്ഥയുടെ യഥാർത്ഥ വലുപ്പം, പിന്നെ സൈനിക ശക്തിയും. അതിൽ G7 ഇപ്പോഴും ബഹുദൂരം മുന്നിലാണ്. പണവും സൈനിക ശക്തിയും ഇപ്പോഴും അവരുടെ കയ്യിലാണ്. ചോദ്യം ഇതാണ്: ബ്രിക്സിന് എപ്പോഴെങ്കിലും ആ വിടവ് നികത്താൻ സാധിക്കുമോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ബ്രിക്സിന്റെ ശക്തി അതിന്റെ വലുപ്പമാണ്, ജനങ്ങൾ, വിഭവങ്ങൾ, വളരാനുള്ള സാധ്യത. ദൗർബല്യമോ ആഭ്യന്തര ശത്രുതയും ഒരു പൊതുവായ ലക്ഷ്യമില്ലായ്മയും. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഏറ്റവും വലിയ ശക്തി, അതായത് അവരുടെ വലുപ്പവും വൈവിധ്യവും, അതുതന്നെയാവാം അവരുടെ ഏറ്റവും വലിയ ശാപവും. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഈ ഒരു ചോദ്യവുമായി വിടുന്നു.
നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഒരു പുതിയ ബഹുധ്രുവ ലോകത്തിന്റെ ഉദയത്തിനാണോ? അതോ ഈ വലിയ പരീക്ഷണം സ്വന്തം ഭാരം താങ്ങാനാവാതെ തകർന്നടിയാൻ പോകുന്ന ഒരു ചീട്ടുകൊട്ടാരം മാത്രമാണോ? സത്യം പറഞ്ഞാൽ ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത ദശാബ്ദം ഇതിനൊരു തീരുമാനമുണ്ടാക്കും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക.